ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതാക്കുന്ന ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോ ഇടാണ്ട് നിൽക്കില്ല കേട്ടോ. 1-2 ദിവസമൊക്കെ വീഡിയോ ഇടാണ്ട് നിൽക്കാന്നല്ലാതെ ഇങ്ങനെ കുറേ ആയിട്ടോ നമ്മൾ വീഡിയോ ഇടാണ്ട് നിന്നിട്ട്. എന്താ വെച്ചാൽ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. പിന്നെ അതുമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വരാറുണ്ട്. അപ്പോൾ എന്നാലും ചിലപ്പോൾ വിചാരിക്കും എല്ലാവരും എന്നെ മറന്നു പോയതൊക്കെ. അതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പോസ്റ്റും കാര്യങ്ങളൊക്കെ വിടൽ. പിന്നെ നമ്മളെ മുത്തുമോക്ക് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് കൗണ്ട് കൂടുതലായിട്ട് പിന്നെ അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, രാവിലെ വൈകുന്നേരം. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളൊരു തിരക്കിലായിപ്പോയി. പിന്നെന്ന് വെച്ചാൽ പിന്നെ ആകെ മടി. പിന്നെ അറിയാലോ, എല്ലാവരുടെയും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ കുറച്ച് ഒരു 3-4 ദിവസമൊക്കെ ആയിട്ടേ ഉള്ളൂ ഒന്നിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളെ കോഴികളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കറിയാലോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഒരുവിധം വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒരു കുരുപ്പിൻ്റെ അസുഖം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ആ ഒരു കൂടൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അതിനുശേഷം നമ്മളെ കുഞ്ഞുങ്ങളെ ഈ കൂട്ടിലേക്ക് മാറ്റി കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു അസുഖവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ പറഞ്ഞ് തുടങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മൾ എന്തുകൊണ്ടാണ് വീഡിയോൻ്റെ മുമ്പിലേക്ക് വരാത്തത് എന്നുള്ളൊരിതുണ്ടാവുമല്ലോ. അപ്പോൾ എത്രയും ദിവസം വീഡിയോ ഇടാത്ത എന്താണെന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ സ്കൂൾ തുറക്കാനായപ്പോൾ പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അറിയില്ല, ഇവരാണ് നമ്മളെ ഒരു കോഴിമുട്ട നമ്മൾ തന്നാലെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞെന്ന് പറഞ്ഞില്ലായിരുന്നു ആ ഒരു ചൂടത്ത്. അപ്പോൾ ആ ഒരു കോഴിമുട്ടയിലുള്ള കുഞ്ഞുങ്ങളാട്ടെ ഇവർ 4 ആൾ. അപ്പോൾ അതിലൊരു കോഴിക്കുഞ്ഞിന് ഒരു ചെറിയൊരു തലതിരിച്ചിലുണ്ട്. ഞാനിപ്പോൾ ന്യൂറോബയോണിൻ്റെ ടാബ്ലറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഒന്ന് മാറും, പിന്നെ അങ്ങനെ തന്നെയാവും, അങ്ങനെയാട്ടോ. അപ്പോൾ എന്തായാലും ഇവർ വിരിഞ്ഞിട്ട് ഒരു 4-5 ദിവസമായി. നല്ല കുഞ്ഞുങ്ങളാട്ടോ. അതിലൊരു കുഞ്ഞിന് മാത്രമേ ഒരു തലതിരിച്ചിലുള്ളൂ. അപ്പോൾ ഞാൻ അതിന് ന്യൂറോബയോൺ ടാബ്ലറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അന്ന് 7 കോഴിമുട്ടയിലാണ് കേട്ടോ കുഞ്ഞുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാൻഡിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ 5 എണ്ണം ഉണ്ടായിരുന്നു. ആ 5 എണ്ണത്തിൽ ഒരു കോഴിമുട്ട കേട് വന്നു പോയി. പിന്നെ കഴിഞ്ഞ് 4 കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരെ വിരിഞ്ഞപ്പോൾ വിചാരിച്ച് ഒരു വീഡിയോ എടുക്കണമെന്ന്. പിന്നെ ആകെ മടിയായിട്ടോ. മടിയെന്ന് വെച്ചാൽ ലോക മടി. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞുങ്ങളാട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞിനെ കണ്ടാൽ നമ്മളെ ബ്രഹ്മക്കുഞ്ഞിൻ്റെ ഒരു ഇതാട്ടോ എനിക്ക് തോന്നുന്നത്. നല്ല രീതിക്ക് കാലിലൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊപ്പയുണ്ട്. പിന്നെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു കോഴിക്കുഞ്ഞിന്. അപ്പോൾ എന്തായാലും ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞ കുഞ്ഞുങ്ങളിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾ നമുക്ക് എന്താ പറയുക സെയിലിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാട്ടോ. നല്ല കുഞ്ഞുങ്ങളാട്ടോ, നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പറയട്ടോ. ഇപ്പോൾ എന്താ പറയുക, നമ്മളെ ഈ 2-3 ദിവസം മുമ്പ് നമ്മളടുത്തുനിന്ന് ഒരു 2 പെടേനെ ഒരു പൂവനെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആയി നമ്മൾ പെടകളെ നമ്മൾ ഇവിടെ കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യമായ ഒരു ഇതായതുകൊണ്ടാണ് നമ്മൾ ഒരു 2 പെടേനെ, മുട്ടയിടുന്ന 2 പെടേനെ ഒരു പൂവനെ കൊടുത്തുട്ടോ നമ്മളിവിടുന്ന്. ഇനി ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം, നമ്മളിവിടെ കോഴിനെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുമല്ല, നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളാണ്. പിന്നെ നാടൻ കോഴികളെ അറിയാലോ, എല്ലാവർക്കും നല്ല ഡിമാൻഡും കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് രോഗപ്രതിരോധ ശേഷിയാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നുമില്ല. അപ്പോൾ അങ്ങനെയാട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുക്കാം. പിന്നെ ഒരുവിധമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇന്ന് ഞാനിപ്പോൾ രാവിലെ തന്നെ നമ്മൾ കോഴിനെ തുറന്ന് വിടുമ്പോൾ തന്നെ കോഴിനൊന്ന് എണ്ണി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എങ്ങനെ എടുക്കുന്നത്. അപ്പോൾ എണ്ണയും ചെയ്യുക, വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഒന്നുമല്ല, നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരു 2-3 ഡോഗ്സ് ഇതിലെങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ കോഴിനെ പിടിക്കാൻ വരുന്നതാട്ടോ. അപ്പോൾ ഇവിടെ കുറേ എണ്ണമുള്ളതുകൊണ്ട് നമുക്കറിയില്ല, ഇവരൊക്കെ പുറത്തേക്ക് അയച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് അറിയില്ല, ഒന്ന് കുറഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ അധികം ഞാൻ എണ്ണും കേട്ടോ, ഇങ്ങനെ എണ്ണും ഡെയിലി നമ്മൾ കൂട് തുറക്കുമ്പോൾ എണ്ണും. ഇപ്പോൾ കുറേ ആയിട്ട് എണ്ണലൊന്നുമില്ല. അപ്പോൾ ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആവാനായപ്പം ഒരു കോഴിനെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പട്ടി കടിച്ചു കൊണ്ടുവന്ന് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് രാവിലെ തന്നെ കൂട്ടിലെ കോഴികളൊക്കെ ഒന്ന് എണ്ണാന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ എണ്ണിയതാട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ കമൻറ്റ് കാണാതിരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാട്ടോ. നിങ്ങൾ എന്നെ മറന്നു പോയോ, എൻ്റെ വീഡിയോസൊന്നും കാണുന്നില്ലേ എന്നൊക്കെ കണ്ട് പിന്നെ വിചാരിച്ച് ഈ വീഡിയോസ് ഇടാണ്ടിരിക്കുമ്പോൾ കുറച്ച് ടൈം നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കും യൂട്യൂബ് ചാനലൊക്കെ നിർത്തി പോകുമായിരുന്നൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെയാട്ടോ. അപ്പോൾ എന്തായാലും ഇന്നൊരു വീഡിയോ എങ്ങനെ ഇടാമെന്ന് വിചാരിച്ചത് വേറൊന്നുമല്ല. ഇന്നിപ്പോൾ മക്കൾ ഇന്നലെ തൊട്ട് ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടെന്ന് വീഡിയോ ഇടാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും
എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ലൈവിലൊക്കെ വന്നപ്പം ആരെയും കണ്ടില്ല, എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പ് ലൈവൊക്കെ വരുമ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ ആരും തന്നെ ഇല്ല, എന്താ അറിയില്ല, എല്ലാവരും തിരക്കിലായിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി കുഞ്ഞുങ്ങളാട്ടോ. എന്താ പറയുക, ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ കറക്റ്റ് അറിയണമെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കറക്റ്റ് ഇവർക്ക് എത്രയായി എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും നല്ല വലുപ്പമുള്ള കോഴിക്കുഞ്ഞ്, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ ഞാൻ കറക്റ്റ് അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് നല്ല കോഴിക്കുഞ്ഞ്, അത്യാവശ്യം എന്താ പറയുക 2 തള്ളക്കോഴിയുടെ കുഞ്ഞുങ്ങളാട്ടോ. അതിൽ കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് വലിപ്പം കുറവുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഒരു വിശേഷം പറയാനില്ല. അപ്പോൾ എന്തായാലും ഞാൻ നാളെയൊക്കെ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ടൊന്ന് വിശേഷങ്ങളൊക്കെ പറയുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സുഖമായിരിക്കുക. ഓക്കെ.